പുഴയിൽ നിന്നും സ്വർണ്ണമരിച്ചെടുത്തു ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മളുടെ മലപ്പുറത്തുണ്ട്. മലപ്പുറം നിലമ്പൂരിനടുത്ത് മരുത എന്ന പ്രദേശത്തും അതിനോട് ചുറ്റുപറ്റിയുള്ള ഗ്രാമങ്ങളിലുമാണ് അവർ ഉള്ളത്. അവരുടെ ജീവിത കഥയിലേക്ക്. നിലമ്പൂർ ചാലിയാർ പുഴയുടെ തീരങ്ങൾക്ക് ഒരു കഥ പറയാനുണ്ട്. സ്വർണത്തിൻ്റെ കഥ. അതെ, മലപ്പുറം നിലമ്പൂർ മരുതയിലെ മണ്ണിൽ സ്വർണമുണ്ടെന്ന് പണ്ട് കാലം തന്നെ നാട്ടുകാർ തിരിച്ചറിഞ്ഞതാണ്. ചേട്ടാ എത്ര നാളായി ഒരു തൊഴിൽ തുടങ്ങിയിട്ട്? 5-6 വർഷമായി. ചേട്ടാ ഈ ഒരു തൊഴിലേക്ക് എത്താനുണ്ടായ സാഹചര്യം എന്താണ്? വേറെ പണിയൊന്നുമില്ല, മണലാണ് എടുത്തിരുന്നത്. അപ്പോൾ വാസം കാര്യമൊന്നുമില്ലല്ലോ, അപ്പം അങ്ങനെ ഇതിനിറങ്ങിയതാണ്. നമ്മളിങ്ങനെ എടുത്തുകാണ്ട് കിട്ടുകയാണെങ്കിൽ വരുമാനം ഉണ്ടാവില്ലെങ്കിൽ വെറുതെ വൈകുന്നേരം പോകും വേണ്ടി. ഏകദേശം എത്ര സമയം വരെ എടുക്കും ഇങ്ങനെ ഒരു അത് ഞങ്ങൾ 11 മണിക്ക് ഇറങ്ങും, പിന്നെ 4:30 വരെ 4 മണി വരെയൊക്കെ എടുക്കും. ഇത് കിട്ടണ കിട്ടും, ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടിയില്ലാതും വരും. ഞങ്ങൾ നേരത്തെ കണ്ടതേ ഇപ്പോൾ എടുത്തില്ല. ചേട്ടാ, നമുക്ക് ഈ തരികള് കിട്ടിയതിന് ശേഷം അത് എങ്ങനെയാ, അത് അടുത്ത പ്രോസസ് എന്താണ് ഇതിന്റെ? അത് ഒരു കെമിക്കൽ ഇട്ടിച്ചു. അപ്പൊ ഈ കച്ചറൊക്കെ അല്ലേ, ഇതൊക്കെ വേറെ തിരിഞ്ഞു പോകും. പിന്നെ സീല് തിറ്റിങ്ങാണ്ട് കത്തിച്ചു. അപ്പൊ നമുക്ക് ആ സാധനത്തിന് വേറെ തിരിച്ചു കിട്ടും. പിന്നെ ഉണ്ടാണെങ്കിൽ കുറച്ച് അടിയിൽ നിന്ന് മണ്ണെടുക്കണം. അത് നമ്മൾ മുകളിൽ നിന്ന് വാരിയല്ലേ, നേരത്തെ കിട്ടിയ പീസ് തന്നെ ഉള്ളത്. വാഗമരം കൊണ്ടുള്ള മരവി എന്ന ഉപകരണം ഉപയോഗിച്ച് ഇവിടുത്തുകാർ പുഴയിൽ നിന്നും സ്വർണം എടുക്കുവാൻ തുടങ്ങി. പിന്നീട് അത് അവരുടെ ഉപജീവന മാർഗമായി മാറി. രാവിലെ 8 മണിക്ക് പണിക്കിറങ്ങിയാൽ വൈകിട്ടോളം വരെ അവരുടെ പണി നീളും. ഇപ്പോൾ ഇത് ഇവിടെയുള്ള പട്ടിണി പാവങ്ങളുടെ ഉപജീവന മാർഗമായി മാറിയിരിക്കുകയാണ്. ചാലിയാർ തീരങ്ങളിലെ സ്വർണ്ണ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ളത് തമിഴ്നാട്ടിലെ നീലഗിരിയുമായി അതിർത്തി പങ്കിടുന്ന വഴിക്കടവിലെ മരുതയിൽ ആണ് എന്ന വാദങ്ങളുണ്ട്. വയനാട് ജില്ലയിലെ തരിയോട് എന്ന പ്രദേശത്തായിരുന്നു ആദ്യമായി ബ്രിട്ടീഷുകാർ സ്വർണ്ണ ഖനനത്തിൻ്റെ സാധ്യതകൾ തേടിയത്. കോളാർ സ്വർണ്ണഖനികളുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്ക് മുമ്പേ തന്നെ നീലഗിരി മലനിരകളിലെ സ്വർണ്ണ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടന്നതായി ചരിത്രം പറയുന്നുണ്ട്. നിലമ്പൂരിൽ ചാലിയാർ നദിയുടെ തീരപ്രദേശങ്ങളിൽ വലിയ തോതിൽ സ്വർണ്ണ നിക്ഷേപം ഉണ്ട് എന്ന് അങ്ങനെ ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി. വില്യം ലോഗന്റെ മലബാർ മാനുവലിലും സാമുവൽ ജെനിങ്സിന്റെ മൈ വിസിറ്റ് ടു ദി ഗോൾഡ് ഫീൽഡ്സ് ഇൻ ദി സൗത്ത് ഈസ്റ്റ് വയനാട് എന്ന കൃതിയിലും മലബാർ മേഖലയിലെ സ്വർണ്ണ നിക്ഷേപത്തെക്കുറിച്ച് പരാമർശമുണ്ട്. എന്തായാലും പണ്ടു മുതൽ തന്നെ ഇതിനെ ഉപജീവന മാർഗമാക്കിയെടുത്തവർ ഇന്നും മറ്റു വഴികളില്ലാത്തതിനാൽ അന്നന്നത്തേക്കുള്ള ജീവിത ചെലവിനായി ഇപ്പോഴും അവർ പുഴയിലേക്ക് ഇറങ്ങുകയാണ്.